നമസ്കാരം. നവോത്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന പിണറായി സർക്കാരിന് ശബരിമല വിഷയത്തിൽ തെറ്റുപറ്റിയെന്ന് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ. പുരോഗമനം പറയുമ്പോൾ സർക്കാരിനൊപ്പം ജനം നിൽക്കുമെന്നാണ് കരുതിയത്. എന്നാൽ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ശബരിമല സമരം ഏറ്റെടുക്കുമെന്നും കുമ്മനം മറുനാടൻ TVയുടെ ഷൂട്ടൌട്ട് സെറ്റിൽ പറഞ്ഞു. അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തെറ്റായ ഒരു കണക്കുകൂട്ടലാണ്. അവരൊരു പുരോഗമനത്തിൻ്റെയും ഒരു വലിയ വിപ്ലവ ആശയത്തിൻ്റെയും ഒക്കെ പേരിൽ ജനങ്ങൾ അവരോടൊപ്പം നിൽക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ജനങ്ങൾ മറിച്ചായിരുന്നു ചിന്തിച്ചത്. കാരണം ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം, അവരുടെ അനുഷ്ഠാനം, ആചാരം എന്നൊക്കെ പറയുന്നത് അവരുടെ രക്തത്തിലുള്ളതാണ്. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനൊക്കെ എതിരായിട്ട് പ്രവർത്തിച്ചു. ക്ഷേത്രങ്ങൾ, പള്ളികൾ ഇതിനൊക്കെ എതിരായിട്ട് പ്രവർത്തിച്ച ഒരു പാരമ്പര്യമുണ്ട് അവർക്ക്. അതാണ് പുരോഗമനം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഈ സമകാലീന സംഭവവികാസങ്ങൾ പരിശോധിക്കുമ്പോൾ പുരോഗമനം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ അവർ കാത്തു സൂക്ഷിച്ചു പോകുന്ന അവരുടെ വൈകാരികമായ അംശങ്ങളെ മുഴുവൻ തന്നെ ജ്വലിക്കുന്ന സന്ദർഭങ്ങളാണ് എപ്പോഴും ഇവിടെ പ്രസക്തി ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആചാരങ്ങൾ സംരക്ഷിക്കുകയാണ് ഇവിടുത്തെ പുരോഗമനം. ഇവിടുത്തെ ജനാധിപത്യത്തിനും അത് ആവശ്യമാണ്. അപ്പോൾ ആ ജനവികാരം മനസ്സിലാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാജയപ്പെട്ടു. അവർക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണല്ലോ ഈ കഴിഞ്ഞ പ്രാവശ്യം ശബരിമലയിൽ വന്ന സ്ത്രീകളെ, യുവതികളെയൊക്കെ തിരിച്ചയച്ചതെന്താണ്? അപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു. ഹൈക്കോടതിയിലും കൊടുത്ത കേസ് സുപ്രീം കോടതിയിലേക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ടപ്പോൾ സുപ്രീം കോടതി അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ അതുപോലെ പുനഃപരിശോധനാ ഹർജിയും സുപ്രീം കോടതി അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കാലം മാറി. കാലം ഉന്നയിക്കുന്ന കാലാനുസൃതമായി ചിന്തിക്കാൻ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കാലഹരണപ്പെട്ടുപോയി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. പുനഃപരിശോധനാ ഹർജി തള്ളിയാലും അടുത്ത നിയമ നടപടികളിലേക്ക് പ്രവേശിക്കണം. കാരണം കേന്ദ്ര സർക്കാരിന് പലതും ചെയ്യാൻ കഴിയും. കാരണം കോടതി സുപ്രീം കോടതിയിൽ എടുക്കുന്ന നടപടി ആശ്രയിച്ചാണ്. സുപ്രീം കോടതി എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് പറയാനൊക്കില്ല. എടുക്കുന്ന നടപടി വിലയിരുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇനി അടുത്ത നടപടി ഉണ്ടാകണം. ഭക്തജനങ്ങളോടൊപ്പം ഇവിടെ ഉജ്ജ്വലമായ, ധീരമായ ഒരു നേതൃത്വം അവർക്കുണ്ട്. ആ നേതൃത്വത്തിൻ്റെ കരങ്ങളിൽ ഇവിടുത്തെ ഭക്തജനങ്ങളുടെ താല്പര്യങ്ങൾ സുരക്ഷിതമാണ്, സുശക്തമാണ്. ഞാൻ ഗവർണറായെങ്കിലും എനിക്ക് അതിനോട് അറ്റാച്ച്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നോട് നേതൃത്വം പറഞ്ഞ് രാഷ്ട്രപതി ആവശ്യപ്പെട്ടു, ഞാനതനുസരിച്ചു. പക്ഷേ അവിടെ ഇരിക്കുമ്പോഴും, അത്രയും വലിയ ഉന്നത പദവിയിൽ ഇരിക്കുമ്പോഴും ഈ കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ഒട്ടേറെ കടമകളുണ്ട്. കാരണം നാടിൻ്റെ വികസനം, ഞാൻ തുടങ്ങി വെച്ച ഒട്ടേറെ പാരിസ്ഥിതിക സംരക്ഷണ നടപടികൾ, പരിപാടികൾ, ജനക്ഷേമ പദ്ധതികൾ, അതൊക്കെ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും എൻ്റെ സാന്നിധ്യം കേരളത്തിൽ ഉണ്ടാവണം എന്ന് ഒരു തോന്നൽ എനിക്കുണ്ടായി. അപ്പോൾ അത് തീർച്ചയായിട്ടും വരാൻ പറ്റിയൊരു സന്ദർഭം, പാകപ്പെട്ട് നിൽക്കുന്ന ഒരു കാലാവസ്ഥ ഇതാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ആ സ്ഥാനം ഞാൻ വലിച്ചെറിഞ്ഞ് ഇവിടെ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. തീർച്ചയായിട്ടും അതൊരു ഉന്നത സ്ഥാനം തന്നെയായിരുന്നു. വളരെയേറെ വലിയൊരു ഭരണഘടനാ പദവിയായിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ ഇനി ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം, ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയാവുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ആഗ്രഹമായി മാറിയതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്.